സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി ഒരുമനയൂർ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് നീക്കം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തടഞ്ഞു. സ്കൂൾ ലാഭകരമല്ലെന്നും ഭീമമായ നഷ്ടം നേരിടുന്നുവെന്നും കാണിച്ചാണ് മാനേജ്മെന്റ് അടച്ചുപൂട്ടൽ തീരുമാനം എടുത്തത്. ഇതിനെതിരെ ജനകീയ സമിതി, അധ്യാപകർ, മാനേജ്മെന്റ്, പോലീസ് എന്നിവർ ചേർന്ന് നടത്തിയ ചർച്ചയിൽ നിബന്ധനകൾ പാലിച്ച് സ്കൂൾ തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായി. ഇതനുസരിച്ച് 2026-27 അധ്യയന വർഷം മുതൽ സ്കൂളിന്റെ നടത്തിപ്പവകാശം അധ്യാപകർക്ക് കൈമാറും. 2 വർഷത്തേക്ക് സ്കൂളിന്റെ അറ്റകുറ്റപ്പണികളും അടിസ്ഥാന സൗകര്യ വികസനവും മാനേജ്മെന്റ് ഏറ്റെടുക്കുമെന്നും തീരുമാനത്തിൽ വ്യക്തമാക്കി. CPM ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി PM നാസർ, PTA പ്രസിഡന്റ് AT മുജീബ്, മദർ PTA പ്രസിഡന്റ് സാബിന, PTA അംഗങ്ങളായ ജാസിം, ഹാഷിം, അധ്യാപകരായ ഖദീജ, മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു. മാനേജ്മെന്റ് പ്രതിനിധികളായ PK ജമാലുദ്ദീൻ, ഹമീദ് ഹാജി, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ നൌഷാദ് അഹമ്മു, ചാവക്കാട് ASI സജീവ് എന്നിവരും സംസാരിച്ചു. നിബന്ധനകളോടെ സ്കൂൾ അധ്യാപകർക്ക് നടത്തിപ്പിനായി വിട്ടുനൽകിയതോടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഈ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഈ KG സെക്ഷൻ മുതൽ 7 വരെയുള്ള സ്കൂള് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നേരിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ജനകീയ സമിതി എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ഇടപെടുകയും മാനേജ്മെൻറ്റുമായി സംസാരിച്ച് ആ അടച്ചുപൂട്ടുന്ന സ്കൂള് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് 2 വർഷം അത് നടത്തി കൊണ്ടുപോകാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ജനകീയ സപ്പോർട്ടും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും അവർക്കുണ്ടാവും. എപ്പോഴും ഞങ്ങൾ ജനകീയ സമിതി എന്ന നിലയ്ക്ക് അവരോട് ഒത്തുചേർന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിലുണ്ടാവും. ഈ അടച്ചുപൂട്ടൽ നേരിടുന്ന സ്കൂളിൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ച ആ അടച്ചുപൂട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ടീച്ചേഴ്സിനൊപ്പം നിന്നുകൊണ്ട് അത് ഞങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ അത് ടീച്ചേഴ്സ് ഏറ്റെടുത്ത് അടുത്ത വർഷം തൊട്ട് ഏറ്റെടുത്ത് നടക്കാൻ തീരുമാനമായിട്ട്.